പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ്സിലെ അക്കാദമിക് ഇയർ ഇതാ തുടങ്ങിക്കഴിഞ്ഞു അല്ലേ? ഒരു ചെറിയൊരു വിജയമാണോ നിങ്ങളുടെ ലക്ഷ്യം? അല്ല. നിങ്ങൾ ആര് വിചാരിച്ചാലും അത്യുന്നത വിജയം ഒരു വെളിപ്പാടകലെയുണ്ട്. ഒന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് 10 വിഷയത്തിനും A+ തന്നെ വാങ്ങാൻ കഴിയും. യാതൊരു സംശയം വേണ്ട. അപാര കഴിവുകളുള്ള കുട്ടികളാണ് നിങ്ങൾ. നിങ്ങളുടെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇന്നലെ വരെ നിങ്ങളുടെ പഠിത്തം എങ്ങനെയായിരുന്നോ? ഏതെങ്കിലും വിഷയത്തിൽ വീക്കായിരുന്നോ? മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ? ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കരുത്. അതെന്തുമായിക്കോട്ടെ. ഞാൻ 10 A+ വാങ്ങാൻ ജനിച്ചവനാണ് എന്ന ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പറയുക. എങ്കിൽ നിങ്ങളത് തന്നെയാവും. 10 A+ കിട്ടൂലല്ലോ എനിക്ക് എന്ന് പേടിച്ചു പോയാൽ കിട്ടില്ല. എനിക്ക് 10 A+ കിട്ടും എന്ന ദിവസവും വിചാരിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. കിട്ടില്ല എന്ന് വിചാരിച്ചാൽ കിട്ടില്ല. അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് സൈക്കോളജി. അപ്പോൾ ദിവസവും വേണമെങ്കിൽ ഒരു പഴയ സിനിമ പാട്ട് ഓർക്കുക. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, എതിർക്കാനായി വളർന്നവൻ ഞാൻ. ഇങ്ങനെ എപ്പോഴും ഓർക്കണം. ജയിക്കാൻ ജനിച്ചവനാണ് ഞാൻ. നിങ്ങൾക്കറിയാം, പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്കിന് 100 0 മാർക്ക് തുടർച്ചയായി 3 പ്രാവശ്യം വാങ്ങിച്ചയാളാണ്. പക്ഷെ പിന്നീട് എവിടെ എത്തി? പഠനം മോശമായതിൻ്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് തോമസ് ആൽവ എഡിസൺ. എവിടെ എത്തി അദ്ദേഹം? അതാ പറഞ്ഞ്, ഇന്നലെകളെ മറക്കൂ. അതോർത്ത് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. വാട്ട് ഈസ് ഡൺ കനോട്ട് ബി അൺഡൺ. ബട്ട് നിങ്ങളുടെ മുമ്പ് ഒരു നല്ല ഭാവിയുണ്ട്. അപ്പോൾ എങ്ങനെ 10ലേക്ക് തയ്യാറെടുക്കാം, അതിനെക്കുറിച്ച് ഒരു 10 പോയിന്റുകൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് നൽകാം. ഒന്നാമത് ഓർക്കേണ്ടത് 5P. P. Proper preparation and planning prevents poor performance. Proper preparation and planning prevents poor performance. ആദ്യം ഓർക്കേണ്ട ഇതാണ്. പിന്നെ ഭാവിയിൽ എന്താവണം എന്ന് ഉറച്ച ഒരു ലക്ഷ്യം ഇപ്പോഴേ മനസ്സിൽ കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവണം. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ സ്കൂൾ വിട്ട് വൈകുന്നേരം ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ, അന്ന് ട്യൂഷനൊന്നും ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എവിടെയാണ് പോകേണ്ടത്? എനിക്ക് ഏത് വഴിയാണ് പോകേണ്ടത്? ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ? ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ നിങ്ങൾ നേരെ വീട്ടിലോട്ട് അങ്ങ് പോകുന്നു. എൻ്റെ കാരണം, എനിക്ക് വീട്ടിലാണ് എത്തേണ്ടത് എന്ന ഉറച്ച ലക്ഷ്യബോധം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രൂഢമൂലമായിട്ടുള്ളത് കൊണ്ട് ആ ലക്ഷ്യം നിങ്ങളുടെ കാലുകൾക്ക് വഴി നൽകുന്നു. അതുപോലെ എന്താവണം എന്ന് ഇപ്പോഴേ തീരുമാനിക്കുക. അത് ഡേ ഡ്രീമിങ്ങിന് വിധേയമാക്കുക. അതായത് നിങ്ങൾക്കൊരിപ്പോൾ IAS ഓഫീസർ ആവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കളക്ടർ എന്ന ബോർഡൊക്കെ വെച്ച്, കളക്ടർ കൊടിയൊക്കെ വെച്ച കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിങ്ങൾ ഇരുന്ന് ആ കാറിൽ യാത്ര ചെയ്യുന്ന രംഗം വീഡിയോ പിക്ചറായിട്ട് ദിവസവും കാണും. ഒരു ഡോക്ടറാവണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഡോക്ടറായിട്ട് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ ചികിത്സിക്കുന്ന രംഗം ഒരു വീഡിയോ ആയിട്ട് മനസ്സിൽ കാണും. ഒരു അധ്യാപകനാവണം അല്ലെങ്കിൽ അധ്യാപികയാവണം എന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഒരു ക്ലാസ്സിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന രംഗം ദിവസവും മനസ്സിൽ കാണും. ഇങ്ങനെ ഏത് ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ജോലി ചെയ്യുന്ന രംഗം ദിവസവും സ്വപ്നത്തിൽ കാണണം. ഉണർന്നിരുന്ന് കാണാനുള്ളതാണ് സ്വപ്നം, ഉറക്കത്തിൽ കാണാനുള്ളതല്ല സ്വപ്നം. ആ വീഡിയോ സ്വപ്നം നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാക്കും. ആ ലക്ഷ്യം നിങ്ങളെ വഴിയിലൂടെ എത്തിക്കും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. 3, ഒരു നല്ല ടൈം ടേബിൾ സ്വയം തയ്യാറാക്കണം. അത് കൂട്ടുകാരെ കൊണ്ട് തയ്യാറാക്കിക്കരുത്, അവരെ ഒന്ന് കോപ്പി അടിക്കരുത്. നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ ടൈം ടേബിൾ തയ്യാറാക്കും. വളരെ എളുപ്പമാണ് ടൈം ടേബിൾ തയ്യാറാക്കാൻ. പക്ഷെ അത് നടപ്പിലാക്കാൻ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ അത് എളുപ്പത്തിൽ കഴിയുകയും ചെയ്യും. നല്ല ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഒരു കോപ്പി അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ടൈം ടേബിൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവരും കൂടെ ചെക്ക് ചെയ്തോളും. അല്ല, ടൈം ടേബിൾ ഒളിപ്പിച്ച് വെച്ചാൽ ഒരു പക്ഷേ പാളിപ്പോവും. അതാണ് 3ാമതായിട്ട് ഓർക്കേണ്ടത്. ഇനി 4ാമത്തെ കാര്യം, രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്
അന്ന് പഠിപ്പിക്കാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങൾ ഒരു 3 പ്രാവശ്യമെങ്കിലും മനസ്സിരുത്തി വായിച്ചിട്ട് സ്കൂളിൽ പോവുക. പഠിപ്പിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് അന്ന് തന്നെ വന്നിരുന്ന് രാത്രി ഒരു 8 പ്രാവശ്യം വായിക്കുക. ഒരു 4-5 പ്രാവശ്യം വായിക്കുമ്പോൾ എല്ലാം അറിയാമെന്ന് തോന്നും. അവിടെ വായന നിർത്തരുത്. എത്ര അറിയാമെന്ന് തോന്നിയാലും വീണ്ടും വായിക്കുക. ഒരു 8 പ്രാവശ്യമെങ്കിലും വായിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മറക്കാതിരിക്കുകയുള്ളൂ. ഇനി 5-മതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും 40 മിനിറ്റിൽ കൂടുതൽ തുടർച്ചയായി പഠിക്കരുത്. 40 മിനിറ്റിൽ കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾക്ക് നേരെ നിൽക്കില്ല. സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും മെമ്മറി എല്ലാം കോർഡിനേറ്റ് ചെയ്ത് പോകണ്ടേ. അത് 40 മിനിറ്റ് കൂടുതൽ ആർക്കും കഴിയില്ല ഈ ലോകത്ത്. നിങ്ങൾ 2 മണിക്കൂർ തുടർച്ചയായിട്ട് പഠിച്ചാൽ ആ 41 മിനിറ്റ് തൊട്ട് 120 മിനിറ്റ് വരെ പഠിച്ച അത്രയും ജലരേഖയാണ് ഒന്നും നേരെ മെമ്മറി കയറാൻ പോകുന്നത്. 40 മിനിറ്റ് പഠിക്കുക, കമ്പൽസറി ആയിട്ട് ഒരു 5 മിനിറ്റ് ഇൻ്റർവെൽ എടുക്കുക. ആ ഇൻ്റർവെൽ സമയത്ത് നല്ല ഫിസിക്കൽ എക്സർസൈസ് വേണം. ആ ഫിസിക്കൽ എക്സർസൈസ് സമയത്ത് ഓക്സിറ്റോണിനും ഡോപ്പമിനും ഒക്കെ കയറുന്നത് നിങ്ങൾക്ക് പലതരത്തിൽ സഹായമാവും. അതുകൊണ്ട് 2 മിനിറ്റെങ്കിലും നല്ലവണ്ണം എക്സർസൈസ് ചെയ്യണം. എന്നും ഒരേ എക്സർസൈസ് ആവർത്തിക്കരുത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലും മതി, 40 മിനിറ്റ് പഠിച്ചിട്ട് ഒരു മുറി കയറി കഥ കടച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ പാട്ടിട്ടിട്ട് ഒരു സിനിമാറ്റിക് ഡാൻസ് അങ്ങ് 2 മിനിറ്റ് കളിച്ചോളൂ. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ നന്നായിട്ട് ഇളകുമ്പോൾ നല്ലൊരു എക്സർസൈസാണ്. അടുത്ത 40 മിനിറ്റ് പഠനത്തിന് നല്ല ഉത്തേജകമാകും. ഇപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെന്ന് പറയുന്നത് ഫിൻലാൻഡിലാണ്. അവിടെ ഓരോ 40 മിനിറ്റ് ക്ലാസ് കഴിയുമ്പോഴും കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് 10 മിനിറ്റ് ഫിസിക്കൽ എക്സസൈസ് ഉണ്ട്. എന്തെങ്കിലും ഒരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന എക്സർസൈസ് അവിടെ കമ്പൽസറി ആയിട്ട് കൊടുത്തിട്ടാണ് അടുത്ത പീരീഡ് ക്ലാസ് കയറ്റുന്നത്. അതുപോലെ നിങ്ങളും എക്സർസൈസ് ചെയ്യണം. അടുത്ത 6-മതായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ഇൻഫോർമേഷനും ഓരോ ഫയലുകളായിട്ട് മെമ്മറിയിൽ സ്റ്റോക്ക് ചെയ്യപ്പെടുമ്പോഴാണ് അതിനെ നമ്മൾ നോളേജ് എന്ന് വിളിക്കുന്നത്. എന്ത് കാര്യവും കേൾക്കുമ്പോൾ ഇൻഫോർമേഷനാണ്, അത് പിന്നീട് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിലാണ് അത് നോളജ്. അതിന് മെമ്മറിയിൽ പോകണം. പക്ഷേ മെമ്മറിയിൽ ധാരാളം ഫയലുകൾ അക്യുമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ 1000 മുതൽ 1500 ഫയലുകൾ വരെ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ദിവസം പോകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വഴി കാണുന്ന കാഴ്ചകൾ വരെ ഓരോ കാഴ്ചയും ഓരോ ഫയലായിട്ട് ബ്രെയിനിൽ പോകുന്നുണ്ട്. അതിൻ്റെ അപകടം എന്താ? പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുമ്പോൾ ആ ചോദ്യം നിങ്ങളുടെ മനസ്സ് വഴി ഷോർട്ട് മെമ്മറി വഴി ലോങ് മെമ്മറിയിൽ എത്തിക്കുമ്പോൾ 15 വയസ്സായ ഒരു കുട്ടിയുടെ ബ്രെയിനിൽ 60 ലക്ഷത്തിലധികം ഫയലാണ് കിടക്കുന്നത്. ഈ 60 ലക്ഷത്തിലധികം ഫയലിൽ നിന്ന് ആ ഉത്തരം തപ്പിയെടുത്ത് മനസ്സിലെത്തിച്ച് ഉത്തരം എഴുതുമ്പോൾ ഒരുപക്ഷെ ബെല്ലടിച്ച് കഴിയും, എഴുതാൻ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ അത് മറന്നതല്ല. ഈ 60 ലക്ഷം ഫയലിൽ നിന്ന് ഒരു ഫയൽ ചകഞ്ഞെടുത്ത് കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മറികടക്കാൻ മെൻ്റൽ ഫയലിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുക. അതായത് പഠിക്കാനിരിക്കുമ്പോൾ ഏത് വിഷയം പഠിക്കാൻ പോകുന്നോ ആ വിഷയത്തിൻ്റെ പേര് 8 പ്രാവശ്യം പറയുക. എന്നിട്ട് ആ ചാപ്റ്ററിൻ്റെ പേരും ടെക്സ്റ്റ് അല്ലെങ്കിൽ നോട്ട് വായിക്കുക. 8 പ്രാവശ്യം വായിക്കണം ഓരോ പാരഗ്രാഫും. നോട്ടാണ് വായിക്കുന്നതെങ്കിൽ ചോദ്യവും ഉത്തരവും 8 പ്രാവശ്യം വായിക്കണം. ഇനി 7-മതായിട്ട് പറയാനുള്ളത്, പല കുട്ടികളും പഠിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 പ്രാവശ്യം വായിച്ചിട്ട് ബുക്ക് മടക്കി വെച്ചിട്ട് അപ്പോഴും തന്നെത്താനൊന്ന് പറഞ്ഞു നോക്കാറുണ്ട്. അപ്പോഴെല്ലാം പറഞ്ഞെങ്കിൽ എല്ലാം അറിയാമെന്നാണ് വിചാരിക്കുന്നത്. അത് പാടില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് പറയുന്നത്, മെമ്മറിയിൽ നിന്നല്ല. ഇന്ന് രാത്രി 7 മണിക്ക് നിങ്ങളൊരു കാര്യം പഠിച്ചു തീർന്നുവെങ്കിൽ 2 പൂർണ്ണ ദിവസം കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് 3 ദിവസമാക്കാമെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലത്. അന്ന് പറഞ്ഞല്ലെങ്കിൽ എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കംപ്ലീറ്റ് മെമ്മറിയിൽ നിന്നാണ്. അപ്പോൾ എല്ലാം പറയാൻ കഴിയുന്നില്ലെങ്കിൽ മെമ്മറിയിലെല്ലാം പോയിട്ടില്ല, ഒന്നുകൂടെ പഠിക്കണം. ഇനി 8-മത് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ പല രീതിയിൽ പഠിക്കുന്നു, ഇൻഫോർമേഷനൊക്കെ ബ്രെയിനിൽ പോകുന്നുണ്ട്. അത് ഷോർട്ട് മെമ്മറിയിൽ നിന്ന് ലോങ് മെമ്മറി പോകുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ ഇന്ന് ഞാൻ പഠിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇന്ന് പഠിച്ചതെല്ലാം എൻ്റെ മെമ്മറി പോകില്ല, ലോങ് മെമ്മറി പോകില്ല. ഷോർട്ട് മെമ്മറിക്ക് ഒരുപാട് നാളെ പിടിച്ചു നിർത്താനും കഴിയില്ല. അതുകൊണ്ട് പഠിക്കുന്ന ഓരോ ദിവസവും നന്നായിട്ട് ഉറങ്ങണം. എ ഡീപ്പ് സ്ലീപ്പ്, എ സൗണ്ട് സ്ലീപ്പ്. 6 അല്ലെങ്കിൽ 7.5 മണിക്കൂർ ഇറങ്ങുക. ഇനി പബ്ലിക് പരീക്ഷയുടെ തലേദിവസമാണെങ്കിൽ അതൊരു 9 മണിക്കൂറാക്കാൻ നല്ലതാണ്. അടുത്ത 9-മായിട്ട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു 8 പ്രാവശ്യം വായിക്കണമെന്ന്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, എനിക്ക് സ്കൂളിൽ 7 അല്ലെങ്കിൽ 8 പീരീഡ് ഉണ്ട്,
ഈ പഠിപ്പിക്കുന്ന അത്രയും 8 പ്രാവശ്യം വീതം വായിക്കാൻ സമയം കിട്ടുമോ? അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. ബട്ട് നിങ്ങൾ 21 ദിവസം തുടർച്ചയായിട്ട് ഫ്ലാഷ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഫ്ലാഷ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ വായനയുടെ വേഗം 10 ഇരട്ടിയോ അതിൽ കൂടുതലോ ആകും. അപ്പോൾ ഞാനിവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു, ഫ്ലാഷ് റീഡിംഗ്. അത് നിങ്ങൾക്ക് പലർക്കും പരിചിതമായിരിക്കാം, അറിഞ്ഞുകൂടാത്തവരും ഉണ്ടായേക്കാം. അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഫ്ലാഷ് റീഡിംഗ് എന്താണെന്ന് ഒരു വീഡിയോ ഞാൻ ഇതിന് പിറകെ ചെയ്ത് വിടുന്നുണ്ട്, അതുകൂടെ കാണുക. അപ്പോൾ 10 മണിക്കൂറിൻ്റെ വർക്ക് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ കഴിയും. ഒരു പാഠഭാഗം 10 മണിക്കൂർ മെനക്കെട്ട് നിങ്ങൾ പഠിക്കുന്നു. ഫ്ലാഷ് റീഡിംഗ് പ്രാക്ടീസ് ചെയ്ത ഒരാൾ അത് 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കുന്നു. ആ 10 മണിക്കൂർ കൊണ്ട് മെനക്കെട്ട് പഠിക്കുന്നത് ദാറ്റ് ഈസ് ഹാർഡ് വർക്ക്. അതേ സാധനം ഒരാൾ 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കുന്നു, അത് സ്മാർട്ട് വർക്ക്. ഷിഫ്റ്റ് ഫ്രം ഹാർഡ് വർക്ക് ടു സ്മാർട്ട് വർക്ക്. ഇപ്പോൾ ഞാൻ 10 പോയിന്റുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബോണസായിട്ട് ചില പോയിന്റുകളൂടെ പറഞ്ഞേക്കാം. ഞാൻ ഒരുപാട് സ്കൂളുകളിൽ പോകാറുണ്ട്. ഏത് സ്കൂളിൽ പോയിട്ടും ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള വിഷയം എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ കൈവക്കുന്നത് മാത്തമാറ്റിക്സിലാണ്. മാത്തമാറ്റിക്സിൻ്റെ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ സയൻസും സോഷ്യൽ സയൻസും ടെക്സ്റ്റ് വായിക്കുന്നത് പോലെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റും വായിക്കണം. ടീച്ചേഴ്സ് ക്ലാസ്സിൽ എത്ര കണക്ക് ചെയ്യിച്ചാലും ടെക്സ്റ്റൂടെ വായിക്കുമ്പോഴേ നിങ്ങളുടെ കോൺസെപ്റ്റ് ഫോർമേഷൻ പൂർത്തിയാകൂ. അങ്ങനത്തെ ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ചെയ്തിട്ടില്ലാത്ത കണക്ക് പരീക്ഷയ്ക്ക് വന്നാൽ ചെയ്യാൻ പറ്റും. പിന്നെ ടീച്ചേഴ്സ് ഹോംവർക്ക് തരും. എളുപ്പത്തിന് വേണ്ടി അടുത്ത കുട്ടിയുടെ ബുക്ക് നോക്കി കോപ്പി അടിച്ച് ടീച്ചറെ കൊണ്ട് കാണിക്കും. ഈ ഹോംവർക്ക് ചെയ്യുന്ന ടീച്ചർക്ക് വേണ്ടിയാണോ? അല്ല, എൻ്റെ പഠനം നന്നാക്കാൻ വേണ്ടിയാണ് എന്ന ബോധത്തോടുകൂടി സ്വയം ചെയ്യണം. ഒരു കാരണവശാലും ഒരു കുട്ടിയുടെ ഒന്നും ഹോംവർക്ക് കോപ്പി അടിക്കരുത്. അതുപോലെ കണക്ക് ക്ലാസ്സിൽ കാണുന്ന മറ്റൊരു പ്രശ്നമാണ്, ടീച്ചർ വളരെ ബിസിയായിട്ട് 5ാമത്തെ സ്റ്റെപ്പ് ബോർഡിൽ എഴുതി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും, കുട്ടി ഇവിടെ 2ാമത്തെ സ്റ്റെപ്പ് കോപ്പി ചെയ്തുകൊണ്ടിരിക്കും. കുട്ടിക്ക് 2ാമത്തെ സ്റ്റെപ്പും പിടികിട്ടില്ല, 5ാമത്തെ സ്റ്റെപ്പും പിടികിട്ടില്ല. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും പഠിക്കാൻ പറ്റില്ല. അധ്യാപകർ ബോർഡിൽ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. അധ്യാപകർ ബോർഡിലെ എഴുത്ത് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ എഴുതാൻ തുടങ്ങാവൂ. ഇല്ലെങ്കിൽ ആ ടൈപ്പ് കണക്കുകളൊന്നും നിങ്ങൾ പിന്നെ ചെയ്യില്ല. ഇനി അടുത്തത്, ആഴ്ചയിലൊരിക്കൽ 1 ദിവസമെങ്കിലും ആ ആഴ്ച പഠിപ്പിച്ച പാഠഭാഗങ്ങൾ റിവൈസ് ചെയ്യാനും മുൻ ആഴ്ചകളിൽ പഠിച്ച പാഠഭാഗം റിവൈസ് ചെയ്യാനും സമയം കണ്ടെത്തിയേ പറ്റൂ. ഇതിനെല്ലാം സമയം കിട്ടില്ല എന്ന പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ. ദിവസം കോടിക്കണക്കിന് ഡോളർ ഉണ്ടാക്കുന്ന ബിൽഗേറ്റ്സിന് ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? അദ്ദേഹത്തിന് ഒരു ദിവസം 2400 മണിക്കൂറാണോ? അല്ല. അദ്ദേഹത്തിനും 24 മണിക്കൂർ, എനിക്കും 24 മണിക്കൂർ, നിങ്ങൾക്കും 24 മണിക്കൂർ. അപ്പോൾ എത്ര സമയമുണ്ടെന്നുള്ളതല്ല, ആ സമയം നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു. ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ പഠിക്കണം. ഇങ്ങനെ ടൈം മാനേജ്മെൻറ്റിലൂടെ പഠിച്ച് റിവിഷനൊക്കെ സമയം കണ്ടെത്തുക. അതുപോലെ പരമാവധി ചോദ്യ പേപ്പറുകൾ സംഘടിപ്പിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ തന്നെത്താനെ എഴുതുകയും നിങ്ങൾ തന്നെത്താന് നോട്ടോ ടെക്സ്റ്റോ ഒക്കെ നോക്കി അതിനെ വിലയിരുത്തി സ്വയം മാർക്ക് ഇടണം. വേറൊരാളെ കൊടുക്കരുത്. വേറൊരാൾ വാല്യൂ തരുമ്പോൾ നിങ്ങൾ എത്ര മാർക്ക് പോയി എന്നേ അറിയുന്നുള്ളൂ. സ്വയം വാല്യൂ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മാർക്ക് നഷ്ടപ്പെട്ടു എന്ന് കൂടി അറിയും. അപ്പോഴേ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി നേടണം. അതേസമയം പരീക്ഷയ്ക്കൊരു ചോദ്യം വരുമ്പോൾ ചോദ്യം ഒരു 3 പ്രാവശ്യമെങ്കിലും മനസ്സിരുത്തി വായിച്ച് ഒരു 15 to 20 സെക്കൻഡ് നന്നായിട്ട് ആലോചിച്ച് മാത്രം എഴുതി നോക്കൂ. നിങ്ങളുടെ ഒരു ഉത്തരവും തെറ്റില്ല. ചാടി കുതിച്ചെഴുതിയാൽ മിക്കവാറും തെറ്റായിരിക്കും എഴുതുന്നത്. കാരണം അത് മെമ്മറിയിൽ നിന്ന് വരുന്ന ഉത്തരവല്ല. എനിക്ക് ഇത്രേ പറയാനുള്ള പരീക്ഷയ്ക്ക് ഉത്തരം എഴുതുമ്പോൾ, വൺ ഹൂ ഈസ് സ്ലോ ഈസ് ഫാസ്റ്റ് ആൻഡ് വൺ ഹൂ ഈസ് ഫാസ്റ്റ് ഈസ് സ്ലോ. എന്തെന്ന് വെച്ചാൽ ഫാസ്റ്റായിട്ട് വാരി പിടിച്ച് എഴുതുന്നയാൾ പറ പലയിടത്തും തെറ്റിക്കും. ഇതെല്ലാം വെട്ടി ഒന്നേന്ന് എഴുതേണ്ടി വരും. എടുത്ത മൊത്ത സമയം വളരെ കൂടുതലായിരിക്കും. അല്പം സ്ലോ ആയിട്ട് എഴുതി നോക്കൂ. ഒന്നും തെറ്റിക്കില്ല, ഒന്നുപോലും ഒന്നേന്ന് എഴുതേണ്ടി വരില്ല. നൗ യു ആർ റിയലി ഫാസ്റ്റ്. ഫാസ്റ്റ് ഈസ് സ്ലോ, സ്ലോ ഈസ് ഫാസ്റ്റ്. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഡിപ്പെൻഡ് ഓൺ 10E ആൻഡ് കൺസ്ട്രക്റ്റിവിസം. ഫോളോ ദ 10 E's.
എൻഗേജ്, എക്സൈറ്റ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എവാലുവേറ്റ്, എക്സ്റ്റെൻഡ്, എക്സ്പാൻഡ്, എക്സ്പെർട്ടൈസ്, എക്സസൈസ് ആൻഡ് എൻജോയ്. അവസാനം എൻജോയ്മെൻറ്റ് വരണം. പിന്നെ ഡിപ്പെൻഡ് ഓൺ കൺസ്ട്രക്റ്റിവിസം മെത്തേഡ്. ചോദ്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരങ്ങൾ സ്വയമുണ്ട്. ഗൈഡുകളൊക്കെ വാങ്ങിച്ചു വെച്ച് അത് നോക്കി ചോദ്യം നോക്കി ഉത്തരവ് നോക്കി പഠിക്കരുത്. ചോദ്യം എടുക്കുക ഏത് ബുക്കിൽ നിന്നും, ഉത്തരങ്ങൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കുക. ആ ഉത്തരത്തിന് മറ്റു ബുക്കുകളുടെ ഉത്തരവായിട്ട് കമ്പയർ ചെയ്തോളൂ, കുഴപ്പമില്ല. ബട്ട് ആദ്യമേ ബുക്ക് നോക്കി കാണാപ്പാഠം പഠിക്കരുത്. അങ്ങനെ നിങ്ങൾ കൺസ്ട്രക്റ്റിവിസം മെത്തേഡിൽ പഠിക്കണം. അപ്പോൾ ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ കഴിയും. ഈ രീതിയിലൊക്കെ പഠിക്കൂ. ഞാൻ ഒന്നുകൂടി പറയുന്നു, നിങ്ങൾക്ക് അനന്തമായ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അപാരമായ കഴിവുള്ളവരാണ്. നിങ്ങളുടെ സ്വന്തം കഴിവിനെ തിരിച്ചറിയൂ, അതിനനുസരിച്ച് മുന്നേറൂ. ഇന്നലെകളെ മറക്കൂ, നാളെക്കുറിച്ച് ചിന്തിക്കൂ, മുന്നേറൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഉഗ്ര വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു.